അപ്പോൾ നമ്മൾ ഇതുവരെ ആനിയോണുകളുടെ വളരെ പ്രധാനപ്പെട്ട ചില ടെസ്റ്റുകളാണ് ചെയ്തത്. ഇപ്പോൾ കാർബണേറ്റ്, അതുപോലെ സൾഫേറ്റ്, ക്ലോറൈഡ്, അസറ്റേറ്റ്, നൈട്രേറ്റ്, ഈ 5 ആനിയോണുകളാണ് നമുക്ക് സോൾട്ട് അനാലിസിസിൽ പ്രധാനമായും വേണ്ടത്. ഞാനതിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട ടെസ്റ്റുകളും നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കാറ്റയോണിൻ്റെ ഗ്രൂപ്പ് അനാലിസിസിലേക്ക് പോകാം. കാറ്റയോണിൻ്റെ അനാലിസിസിൽ നിങ്ങൾക്ക് പ്രിലിമിനറി എക്സ്പെരിമെൻറ്റിൽ തന്നെ, തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് സോൾട്ട് കിട്ടുമ്പോൾ തന്നെ ചെയ്തു നോക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റാണ് ഫ്ലെയിം കളറേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫ്ലെയിം കളറേഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു വാച്ച് ഗ്ലാസ് എടുക്കുന്നു. നിങ്ങൾക്ക് സോൾട്ട് ഓൾറെഡി ഒരു വാച്ച് ഗ്ലാസ്സിൽ തന്നിരിക്കും. നിങ്ങൾ അഡീഷണൽ ആയിട്ട് ഒരു വാച്ച് ഗ്ലാസ് എടുക്കുക, അതിൽ സോൾട്ട് ആഡ് ചെയ്യുന്നു. കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉപയോഗിച്ച് ഇതിനെ നന്നായിട്ടൊരു പേസ്ട്രി മാസാക്കുന്നു ഗ്ലാസ് റോഡിൻ്റെ സഹായത്തോടു കൂടി. അപ്പം ശ്രദ്ധാപൂർവ്വം അത് മനസ്സിലാക്കുക. സോൾട്ടിലേക്ക് കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. പല കുട്ടികളും എക്സാമിനേഷന് ഹൈഡ്രോക്ലോറിക് ആസിഡ് മറന്നിട്ട് സൾഫ്യൂരിക് ആസിഡ് എടുക്കാറുണ്ട്. റിസൾട്ടിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിലേക്കൊന്നും പോകണ്ട. അപ്പോൾ ഫ്ലെയിം കളറേഷൻ ടെസ്റ്റ് നമ്മൾ നടത്തുന്നത് പ്രധാനമായും കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, ഈ 3 കാറ്റയോണുകളെ തിരിച്ചറിയാനാണ്. കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം. കാൽഷ്യം ആണെങ്കിൽ നമുക്കൊരു ബ്രിക്ക് റെഡ് കളറായിരിക്കും കിട്ടുന്നത്. സ്ട്രോൺഷ്യം ആണെങ്കിൽ മറ്റൊരു റെഡിഷ് കളറാണ്, അത് ക്രിംസൺ റെഡ് എന്ന് പറയും. ബേരിയം ആണെങ്കിൽ ഗ്രീൻ കളറാണ് കിട്ടുന്നത്, ലൈറ്റ് ഗ്രീൻ കളറാണ് കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങൾ ഫ്ലെയിമിൽ കാണുന്ന ഈ ബ്ലൂ കളർ ഫ്ലെയിം, അതിനെ നമ്മൾ നോൺ ലൂമിനസ് ഫ്ലെയിം എന്നാണ് പറയുന്നത്. അതിലാണ് കളർ നമുക്ക് പോസിബിൾ ആവുന്നത്. സൂക്ഷിച്ച് മനസ്സിലാക്കേണ്ട എക്സ്പീരിയൻസ് ആണ്. അപ്പം ഞാൻ കാൽഷ്യമാണ് ആദ്യം ചെയ്ത് കാണിക്കുന്നത്. അപ്പം നമ്മൾ ഒരു അഡീഷണൽ വാച്ച് ക്ലാസ്സിലേക്ക്, അപ്പം അഡീഷണൽ വാച്ച് ക്ലാസ്സിൽ നമ്മൾ നേരത്തെ വിനീഗറിലേക്ക് സ്മെല്ല് നോക്കിയത് അസറ്റേറ്റിൻ്റെ ടെസ്റ്റും അതുപോലെ തന്നെ ഫ്ലെയിം ടെസ്റ്റും ചെയ്യാൻ വേണ്ടി അഡീഷണൽ വാച്ച് ക്ലാസ്സാണ് നമ്മൾ എടുക്കുന്നത്. ഞാൻ അല്പം സോൾട്ടിനെ എന്ത് ചെയ്യുന്നു, അഡീഷണൽ വാച്ച് ക്ലാസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അല്പം സോൾട്ടിനെ അഡീഷണൽ വാച്ച് ക്ലാസ്സിൽ. അപ്പോൾ കാൽഷ്യത്തിൻ്റെ ഫ്ലെയിം ടെസ്റ്റാണ് നമ്മളിവിടെ ചെയ്ത് നോക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ, നിങ്ങൾക്ക് എക്സാമിനേഷൻ നിൽക്കുമ്പോൾ തന്നെ ആദ്യമേ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അതിലേക്ക് അല്പം കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, വീണ്ടും പറയുന്നു സൾഫ്യൂരിക് ആസിഡ് അല്ല, കുറച്ച് കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഗ്ലാസ് റോഡിൻ്റെ സഹായത്തിൽ, ക്ലീൻ ഗ്ലാസ് റോഡായിരിക്കും ഇവിടെ എടുക്കേണ്ടത്, ആ ഗ്ലാസ് റോഡിൻ്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുക, നമ്മൾ നന്നായി ആ കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് ആ സോൾട്ടിനെ എന്ത് ചെയ്യുക, ഒരു പേസ്ട്രി മാസാക്കുക. കാണുമ്പോൾ ഒരു പേസ്റ്റ് പോലെ ഇരിക്കണം, ഒരു പേസ്ട്രി മാസാക്കുക. അപ്പോൾ ഗ്ലാസ് റോഡിൻ്റെ എൻഡിൽ എന്ത് പറ്റി പിടിച്ചിരിക്കും, സോൾട്ടിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാകും. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വൈവാ ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. നമ്മൾ ഈ സോൾട്ടിനെ കൂടുതൽ വോളറ്റൈൽ ആക്കുന്നതിന് വേണ്ടിയാണ് കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അതിലേക്ക് ആഡ് ചെയ്യുന്നത്. മാറിപ്പോരുത്, ഞാൻ വീണ്ടും പറയുന്നു. ഫ്ലെയിം കളറേഷൻ ടെസ്റ്റിൽ നമ്മൾ എടുക്കുന്ന ആസിഡ് ഏതാ, കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, വിച്ച് ഹെൽപ്സ് ദ സോൾട്ട് മോർ വോളറ്റൈൽ. ആ സോൾട്ട് കൂടുതൽ വോളറ്റൈൽ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ സോൾട്ടിനെ ഗ്ലാസ് റോഡിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ഞാൻ ഈ നോൺ ലൂമിനസ് ആയിട്ടുള്ള ഫ്ലെയിമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ കളർ ചേഞ്ച് കണ്ടില്ല, ഇതാണ് ബ്രിക്ക് റെഡ് ഫ്ലെയിം എന്ന് പറയുന്നത്. കണ്ടോ, ഇഫക്റ്റീവ്. ഞാനത് മാറ്റിയപ്പോൾ കളറില്ല, അതിലേക്ക് വെച്ചപ്പോൾ കണ്ടോ കളർ വന്നത്. ദിസ് കൺഫേംസ് ദ പ്രസൻസ് ഓഫ് കാൽഷ്യം. കാൽഷ്യത്തിന് നിങ്ങൾ ഇനി വേറെ ഒന്നും ചെയ്യണ്ട. കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഫ്ലെയിം കളറേഷൻ വഴി നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നമ്മുടെ പരീക്ഷ നടത്താൻ പറയുന്ന ടീച്ചറിനോട് പറയാം, ദാ ഞങ്ങൾക്ക് ബ്രിക്ക് റെഡ് കളർ കിട്ടി, ദിസ് കൺഫേംസ് ദ പ്രസൻസ് ഓഫ് കാൽഷ്യം എന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയാം. അപ്പോൾ കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉപയോഗിച്ചിട്ടാണ്. നോക്കി, വീണ്ടും ഞാൻ അല്പം സോൾട്ടിലേക്ക്, ഇതുണ്ട് ആ കളർ കിട്ടുന്നുണ്ടോ, ഇതാണ് ബ്രിക്ക് റെഡ് കളർ. അപ്പോൾ തെറ്റിപ്പോകരുത്. ഇങ്ങനെ കണ്ടാൽ നമ്മൾ മനസ്സിലാക്കണം എന്താ, അത് ദിസ് കൺഫേംസ് ദ പ്രസൻസ് ഓഫ് കാൽഷ്യം. അപ്പോൾ ഫ്ലെയിം കളറേഷൻ വഴി നമുക്ക് കാൽഷ്യം അയോണിനെ കൺഫേം ചെയ്യാം. അപ്പോൾ കാർബണേറ്റ് ആണ് നേരത്തെ കിട്ടുന്നതെങ്കിൽ കാൽഷ്യം കാർബണേറ്റ് സോൾട്ട് എന്ന് മനസ്സിലാക്കാം. ഇതാണ് കാൽഷ്യത്തിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ്. നമുക്ക് ഇതുപോലെ തന്നെ സ്ട്രോൺഷ്യവും അതുപോലെ തന്നെ ബേരിയവും നമുക്ക് ചെയ്യാൻ പറ്റും, കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ഫ്ലെയിം കളറേഷൻ ടെസ്റ്റിൽ വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് കിട്ടുന്ന മറ്റൊരു കാറ്റഗറിയാണ് സ്ട്രോൺഷ്യം. അതിവിടെ നമുക്ക് എന്തായാലും നോക്കാം. അപ്പം ഞാൻ ടെസ്റ്റ് ട്യൂബിൽ സ്ട്രോൺഷ്യം സോൾട്ട് എടുത്തിട്ടുണ്ട്. ഇതും ക്രിസ്റ്റലൈൻ സോളിഡാണ്. ഇപ്പോൾ സ്ട്രോൺഷ്യത്തിൻ്റെ ക്ലോറൈഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ക്ലോറൈഡിൻ്റെ കൺഫർമേഷൻ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് സ്ട്രോൺഷ്യം, അതും ഫ്ലെയിം കളറേഷൻ ടെസ്റ്റാണ്. അപ്പോൾ ബ്രിക്ക് റെഡ് കളറാണെങ്കിൽ കാൽഷ്യം, നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. ഇത് നമുക്ക് ക്രിംസൺ റെഡ് കളറാണ് കിട്ടുന്നത്. വെരി എഫക്റ്റീവായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണിത്. ഞാൻ അല്പം സ്ട്രോൺഷ്യം ക്ലോറൈഡിനെ എന്ത് ചെയ്യുന്നു, എൻ്റെ വാച്ച് ഗ്ലാസ്സിലേക്ക് മാറ്റി അല്പം എന്ത് ചെയ്യുന്നു, കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡിനെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഇത് ഓൾറെഡി ക്ലോറൈഡ് തന്നെയാണ് സോൾട്ട്, അതിലേക്ക് അല്പം കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡിനെ ആഡ് ചെയ്യുന്നു. അതിനുശേഷം ഗ്ലാസ് റോഡ് ഉപയോഗിച്ചുകൊണ്ട് നന്നായി എന്ത് ചെയ്യുന്നു, അതിനെ ഡിസോൾവ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഗ്ലാസ് റോഡ് ക്ലീൻ ആയിരിക്കണമെന്ന് ഞാൻ പ്രത്യേകം പറയുന്നില്ല, നിങ്ങൾക്കറിയാം അത് ക്ലീൻ ചെയ്തിട്ടേ ചെയ്യാവൂ. കാരണം നമ്മൾ നേരത്തെ എന്തെങ്കിലുമൊക്കെ എക്സ്പെരിമെൻറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി ഇതിനകത്തിരിക്കുകയും ആ എക്സ്പെരിമെൻറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ടിലേക്ക് വരാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഗ്ലാസ് റോഡ് എന്തായിരിക്കണം, ക്ലീൻ ആയിരിക്കണം. ഗ്ലാസ് റോഡ് എപ്പോഴും ക്ലീൻ ആയിരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ സ്ട്രോൺഷ്യം ക്ലോറൈഡിനെ
ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഒന്ന് ഡിസോൾവ് ചെയ്യിപ്പിച്ച് ഒരു പേസ്റ്റി മാസാക്കുക. ഓക്കെ, ഒന്ന് അല്പസമയം ഒന്ന് ഡിസോൾവ് ചെയ്യിപ്പിക്കുക. ഇവിടെയും നമ്മളിപ്പം ഫ്ലെയിം ക്ലറേഷനിൽ നമ്മൾ ഒരേ ഒരു ആസിഡേ എടുക്കുന്നുള്ളൂ. അതേതാണ്? കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ഞാൻ അല്പം കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡിനെ എടുത്തതിന് ശേഷം ഇതിലിപ്പോൾ അതിൻ്റെ കണ്ടൻറ്റ് പറ്റി പിടിച്ചിട്ടുണ്ടാവും. നമ്മൾ ഇളക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, ആ ഗ്ലാസ് റോഡിൻ്റെ അറ്റത്ത് അത് പറ്റി പിടിച്ചിട്ടുണ്ടാവും. അതിനെ നമ്മൾ അല്പം എടുത്തിട്ട് നമ്മൾ ഈ ഫ്ലെയിമിലേക്ക് കാണിക്കുക. അപ്പോൾ കണ്ട ഒരു കളർ കണ്ടില്ലേ, ഇതാണ് ക്രിംസൺ റെഡ് കളർ എന്ന് പറയുന്നത്. ദിസ് ഈസ് കോൾഡ് ക്രിംസൺ റെഡ് കളർ. നേരത്തെ കണ്ട കളറുമായി വ്യത്യസ്തതയുണ്ട്. നേരത്തെ നമ്മൾ ബ്രിക്ക് റെഡ് ഫ്ലെയിമാണ് കണ്ടത്. വീണ്ടും ഒന്നുകൂടെ കാണുന്നതിന് വീണ്ടും എന്ത് ചെയ്യുക, നമ്മൾ ഇതിലേക്കൊന്ന് ഡിപ്പ് ചെയ്യുക, കാണുക. കണ്ടോ, ഇതാണ് ക്രിംസൺ റെഡ് കളർ. നല്ല എഫക്റ്റീവ്ലി നമുക്ക് ആ കളർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് കിട്ടുന്നൊരു ഫ്ലെയിം കളറേഷൻ ടെസ്റ്റും ക്രിംസൺ റെഡ് കളറാണ്. അപ്പം ബ്രിക്ക് റെഡ് കളറിൽ നിന്നും ക്രിംസൺ റെഡ് കളറിന് നല്ല വ്യത്യാസം ഉണ്ടാകും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നല്ലതായിട്ട് സ്ട്രോങ് ആയിട്ട് ഒബ്സർവ് ചെയ്താൽ തന്നെ നമുക്കത് മനസ്സിലാവും. ക്രിംസൺ റെഡ് ഒരു പ്രത്യേക റെഡിഷ് കളറാണ്. സോ അത് മോർ എഫക്റ്റീവായി നമുക്ക് ചെയ്യാൻ പറ്റണം. കണ്ടോ, ആ കളർ കണ്ടില്ലേ ആ കളർ ഒരു പ്രത്യേക രീതിയിലുള്ള ഫ്ലെയിമാണ് നമുക്കവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതാണ് ക്രിംസൺ റെഡ് കളർ. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് കരുതുന്നു. പഠിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, നമുക്കിനി ബേരിയത്തിൻ്റെ കൺഫർമേഷൻ ചെയ്യാം. പഴയതുപോലെ തന്നെ നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്ത സോൾട്ടാണ്, ബേരിയത്തിൻ്റെ സോൾട്ടാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്ലെയിം കളറേഷന് വിധേയമാക്കുന്നു. അപ്പോൾ എന്താണ് കളറെന്ന് നമുക്ക് നോക്കാം. നോൺ ലൂമിനസ് ഫ്ലെയിമിലേക്ക് നമ്മളത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. നിങ്ങൾക്കൊരു ലൈറ്റ് ഗ്രീൻ കളർ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, ഒരു ലൈറ്റ് ഗ്രീൻ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ലൈറ്റ് ഗ്രീൻ കൺഫേംസ് ദ പ്രസൻസ് ഓഫ് ബേരിയം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ അതിലേക്കൊന്ന് വരാം. മറ്റ് റാഡിക്കലുകളുടെയൊക്കെ പ്രസൻസ് മറ്റ് കളറിലേക്ക് കൊണ്ടുപോകും. ഞാൻ അല്പം സോൾട്ട് എടുക്കുന്നു, അതിനെ വീണ്ടും ഫ്ലെയിമിലേക്ക് കാണിക്കുന്നു. ഒരു ലൈറ്റ് ഗ്രീൻ കളർ നമുക്കവിടെ ഒബ്സർവ് ചെയ്യും. ആ ലൈറ്റ് ഗ്രീൻ കളർ കാണിക്കുന്നത് ബേരിയത്തിൻ്റെ കൺഫർമേഷനാണ്. അപ്പം ഫ്ലെയിം കളറേഷൻ വഴി ഗ്രീനിഷ് കളർ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ഉറപ്പിക്കാം, അത് ബേരിയത്തിൻ്റെ കൺഫർമേഷനാണ്. അത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ആപ്പിൾ ഗ്രീൻ എന്നാണ് പറയുന്നത്. വളരെ ലൈറ്റായിട്ടുള്ളൊരു കളറായിരിക്കും നമ്മൾക്കവിടെ കിട്ടുന്നത്. അത്രയും മനസ്സിലാക്കുക. ദെൻ നമുക്ക് എന്താ പറയുന്നത്, ബ്രിക്ക് റെഡ് ഫ്ലെയിം ആണെങ്കിൽ കാൽഷ്യം, അതുപോലെ സ്ട്രോൺഷ്യം ആണെങ്കിൽ ക്രിംസൺ റെഡ് ഫ്ലെയിം ആയിരിക്കും കിട്ടുന്നത്. ഈ രീതിയിലൊരു ചെറിയ ലൈറ്റ് ഗ്രീൻ കളറാണ് നമുക്ക് ഈ ബേരിയത്തിൻ്റെ കൺഫർമേഷൻ കിട്ടുന്നത്. അപ്പോൾ ഫ്ലെയിം കളറേഷൻ വഴി നമുക്ക് ആരെയൊക്കെ കൺഫേം ചെയ്യാം? ബേരിയം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ഈ 3 കാറ്റയോണുകളെ നമുക്ക് കൺഫേം ചെയ്യാം. കാൽഷ്യം ഗീവ്സ് ബ്രിക്ക് റെഡ് കളർ, ബേരിയം ഗീവ്സ് ആപ്പിൾ ഗ്രീൻ കളർ, ആൻഡ് സ്ട്രോൺഷ്യം ഗീവ് ക്രിംസൺ റെഡ് കളർ. ഓക്കെ.